ഹലോ ഗായ്സ്, എന്ത് പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. എന്ത് പുതിയ വീഡിയോ എന്ന് പറയുന്നത്, എനിക്കൊരു PSC എക്സാം ഉണ്ടായിരുന്നു. കാലത്ത് 7:15 to 9:15 വരെ ആയിരുന്നു. അപ്പോൾ നേരത്തെ പോകണമായിരുന്നു. അപ്പോൾ ഉണ്ണീനെ കൊണ്ടുപോകുന്നില്ല, കാരണം നേരത്തെ ആയതുകൊണ്ട് അവനെ എണീപ്പിക്കണം, ബുദ്ധിമുട്ടല്ല കൊണ്ടുപോകാനൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങൾ ബൈക്കിലാണ് പോയത്. അപ്പോൾ രാവിലെ തന്നെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. രാവിലെ ഇങ്ങനെ തണുപ്പൊക്കെ അടിച്ചിട്ട് കാറ്റ് കൊണ്ടുപോകാൻ ഭയങ്കര രസമാണ് കേട്ടോ. പക്ഷേ വേറെ അസുഖമൊന്നും വരാണ്ടിരുന്നാൽ മതി. അങ്ങനെ നമ്മൾ വടക്കുന്നതിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് കേട്ടോ പോയത്. അപ്പോൾ കാലത്ത് കുറേ പണിക്കാരും ആൾക്കാരൊക്കെ അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അയ്യന്തോളം എക്സാം സെൻറ്ററിൽ എത്തി. അപ്പോൾ എനിക്ക് കിട്ടിയ സ്കൂൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ VHSS അയ്യന്തോളായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അയ്യന്തോളം എക്സാമൊക്കെ കഴിഞ്ഞ് വരുന്ന വഴിക്ക് പുറത്തിറങ്ങി ചായ കുടിച്ചതിന് ശേഷം വീടെത്തിയിട്ട് വീട്ടിൽ വന്ന് ഫുഡും കഴിച്ച് വാവിക്ക് ഫീഡ് ചെയ്തിട്ട് പിന്നെയും പുറത്ത് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അച്ഛനൊരു സൈറ്റ് ഉണ്ടായിരുന്നു, അവിടെ കുറ്റി അടിക്കേണ്ട പരിപാടി ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ വർക്ക് തുടങ്ങാറായപ്പോൾ അതിന് ഫൗണ്ടേഷൻ വന്നിട്ട് കുറ്റി അടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ചേട്ടനും അച്ഛനും കൂടിയിട്ടാണ് പോയത്. പക്ഷേ അവിടെ ചെറിയ കുറുക്കനും കുറേ മയിലുകളായിട്ട് ഓടിപ്പിക്കുകയായിരുന്നു. അങ്ങനെ ആ സൈറ്റിൽ അങ്ങനെ കണ്ടു. അപ്പോൾ നമ്മൾ ചെറിയ വീഡിയോ എടുത്തുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറ്റി അടിക്കുന്ന പരിപാടി ആയിരുന്നു കേട്ടോ. പക്ഷേ ഒടുക്കത്തെ വെയിലായിരുന്നു. ആ നേരമൊന്നും ഉണ്ടല്ലോ, ഉച്ചയൊക്കെ ആയിരുന്നു. എക്സാം കഴിഞ്ഞ് വന്നപ്പോൾ 11 മണി. പിന്നെ അത് കഴിഞ്ഞ് കൊടുത്തപ്പോൾ നല്ല ഉച്ച വെയിലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതിന് കയറൊക്കെ കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു തെങ്ങ് നിൽക്കുന്നുണ്ടായിരുന്നു. തെങ്ങ് ഞങ്ങൾ പൊങ്ങ് പറിക്കാമെന്ന് പറയും. നിങ്ങളവിടെ എന്താ പറയാമെന്ന് അറിയില്ല. തെങ്ങിൻ്റെ ഉള്ളിലുള്ള അതൊക്കെ പറിക്കണേനെ അത് ഞങ്ങൾ കുറച്ച് കഴിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ്. മുൻപ് ഈ പറമ്പ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 2 തെങ്ങ് എക്സ്ട്രാ വേറെ ഉണ്ടായിരുന്നു. അത് മുറിച്ചപ്പോൾ അതിൻ്റെ പൊങ്ങ് നമ്മൾ കട്ട് ചെയ്ത് കൊണ്ടുവന്നായിരുന്നു. ഇതിപ്പം ചെറിയ തെങ്ങായതുകൊണ്ട് ഞാനത് ഒറ്റയ്ക്ക് വെട്ടി അതിൻ്റെ പൊങ്ങൊക്കെ എടുക്കണുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ ഞാൻ കണ്ടോ, അത് വെട്ടി മറച്ചിട്ടാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ വെടിയെടുക്കുന്നു, അച്ഛനവിടെ സൈറ്റ് പിടിക്കുന്നതിൻ്റെ തിരക്കിൽ ഞാനവിടെ തെങ്ങ് വെട്ടി മറിച്ചിടുന്നു. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ പൊങ്ങൊക്കെ എടുത്ത് അന്നേരം തന്നെ തിന്നു കേട്ടോ. കുറച്ചൊക്കെ കൊതി കൊണ്ടാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഈ സാധനം ഒന്നും അങ്ങനെ കിട്ടില്ലല്ലോ. തെങ്ങ് മുറിക്കുന്ന സമയത്തല്ലേ കിട്ടുള്ളൂ. തെങ്ങ് മുറിക്കുന്ന സമയത്താണെങ്കിൽ ഇത് ആ തലഭാഗത്തിരിക്കേണ്ട എല്ലാവരും പൊളിച്ചെടുക്കണം എന്നൊന്നുമില്ല. പിന്നെ എന്ന് പറയും പണ്ടത്തെ കാലത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെ എന്താ പറയുക, കല്യാണം കഴിഞ്ഞ് ഡെലിവറി കഴിയാത്ത ആൾക്കാരൊന്നും കഴിക്കരുത്, കാരണം തണ്ടൽ ഉറയ്ക്കുന്ന അങ്ങനെ എന്തൊക്കെയോ പറയും. അപ്പോൾ നമ്മൾ ചെറുപ്പത്തിലായിരുന്ന സമയത്ത് നമുക്കിതൊന്നും തന്നിരുന്നില്ല. പിന്നെ ഇപ്പോഴൊക്കെയാണ് നമ്മളിത് കഴിച്ചു തുടങ്ങിയിട്ടുള്ളത്. അങ്ങനെ അതൊരു കണക്കിന് വെട്ടി പൊളിച്ച് അതിൻ്റെ ഉള്ളിൽ പൊങ്ങെടുത്തു കൂട്ടെ ഞങ്ങൾ. എന്നിട്ട് അപ്പം തന്നെ ചേട്ടൻ പറഞ്ഞായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ നിന്നിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു കിട്ടില്ല എന്ന്. റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കായ്ച്ചിട്ടില്ല, കുഞ്ഞു തെങ്ങല്ലേ, കായ്കളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതിന് പൊങ്ങ് കിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. ചേട്ടൻ പറഞ്ഞു ഈ കിട്ടുമെന്ന് മസ്റ്റായിട്ടും പറഞ്ഞിട്ട് ഞങ്ങൾ ബെറ്റ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ അത് പൊളിക്കണത് തന്നെ. അതാ വെട്ടി നമ്മൾ അതിൽ നിന്ന് പൊങ്ങൊക്കെ എടുത്ത് നമ്മൾ തിന്നാണ് കേട്ടോ. അപ്പോൾ അതേ ആ പീസ് വലത് കയ്യിലിരിക്കുന്ന പീസ് എന്ന് പറയുന്നത് അമ്മയ്ക്ക് വെച്ചേക്കുന്നതാണ്. അല്ലെങ്കിൽ എന്നെ ചേട്ടൻ മൊത്തം തിന്ന് തീർക്കും, അല്ലെങ്കിൽ ഇത് കൊണ്ടുപോകാൻ പറ്റത്തില്ല, ഒന്നും ഉണ്ടാവില്ല അമ്മയ്ക്ക്. അങ്ങനെ മാറ്റി വെച്ചേക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ തിന്നിട്ടുണ്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇതിനെ പൊങ്ങെന്നൊക്കെയാണ് പറയുക. നിങ്ങളെന്താ പറയാമെന്ന് എനിക്കറിയില്ല. ഇനി വേറെ എന്തെങ്കിലും പേരുണ്ടെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മൾ പരിപാടികളൊക്കെ കഴിഞ്ഞ് പോകുന്നു കേട്ടോ. നല്ല ഉച്ച നേരം ആയതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു, നല്ല വെയിൽ കൊണ്ടതിൻ്റെ നല്ല ക്ഷീണം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിത് പോകുന്നു. അവിടുന്ന് ചേട്ടനാണ് വണ്ടി ഓടിക്കുന്നത്, ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ബാക്കിലിരുന്നു, അച്ഛൻ അവിടെ ഫ്രണ്ടിലിരിക്കുന്നുണ്ട് കേട്ടോ. വേഗം പോകുന്നു. വാവയ്ക്ക് പിന്നെ ഫീഡ് ചെയ്യണമല്ലോ, അത്രയും ടൈമായില്ല. അപ്പോൾ നമ്മൾ വേഗം പോരുകയും ചെയ്തു. വേഗം പോരുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണി കഴിഞ്ഞിട്ട് അത്രയും ടൈമിൽ പണി ഉണ്ടായിരുന്നു, അത് ചെയ്ത് കഴിഞ്ഞിട്ട് വേഗം പോരുകയും ചെയ്തു. പിന്നെ വരുന്ന വഴിക്ക് നമ്മളൊരു 7-Up ഓറഞ്ചൊക്കെ വാങ്ങിച്ചു. അതിൻ്റെ ഉച്ചയ്ക്ക് ശേഷം നമ്മളിതാ മില്ലിൽ പൊടിപ്പിക്കാനുണ്ടായിരുന്നു, അങ്ങോട്ട് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.